ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 2-3 സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു. അതെല്ലാം പാളിപ്പോയി. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടില്ല സുധാകരനും ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കും. ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണോ? നിങ്ങൾ ആലോചിക്കണ്ടേ എന്താ അതിൻ്റെ ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റേയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ്. അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. വൈദികം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി. അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ് ഖറെ കണ്ടത്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ടില്ല. റെയ്ഡ് നടന്നിട്ട് കാര്യം എന്താണെന്ന് അവിടെ ഇൻകം വേണ്ടേ? തനിക്കെതിരെ ഉണ്ടാകുന്ന ഡീൽ ആരോപണം ബി.ജെ.പിയുടെയും ഇടതുവിരുദ്ധ മാധ്യമങ്ങളുടെയും ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇ.പി. ജയരാജൻ. പാർട്ടി നടപടി ഉണ്ടാകുമെന്ന അഭ്യൂഹത്തിനും ആത്മവിശ്വാസത്തോടെ വിരാമമിടാൻ LDF കൺവീനർ ശ്രമിക്കുന്നു. വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് ദിവസം പ്രതികരിച്ചതെന്ന് ജയരാജവാദം CPM-ന് സ്വീകാര്യമാകുമോ? 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന സുധാകരനും ശോഭാ സുരേന്ദ്രനും തുറന്നുവിട്ട ആരോപണങ്ങൾക്ക് ഇതുമതിയോ മറുപടി? നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനെ ഗൗരവമായി സമീപിക്കുമോ? BJP CPM അന്തർധാര എന്ന കോൺഗ്രസ് ആരോപണത്തിന് എത്ര അടിസ്ഥാനമുണ്ട്? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ ജിൻഡോ ജോൺ കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. M. ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ ഈ ചർച്ചയിലുണ്ട്. പ്രിന്റു മഹാദേവ് BJP നേതാവ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ആദ്യം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, അത് പിന്നീട് ഈ ആരോപണത്തിലുള്ള വ്യക്തി ആരാണെന്ന് കോൺഗ്രസ് KPC അധ്യക്ഷൻ K. സുധാകരൻ അത് തുറന്നു പറയുന്നു, EP-യുടെ പേരടക്കം. ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് രാവിലെ, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ ഇ.പി. ജയരാജൻ താൻ തന്നെ ആണ് ആൾ, താൻ ഈ പറഞ്ഞതുപോലെ കണ്ടിട്ടുണ്ട് BJP നേതാവിനെ എന്ന് വ്യക്തമായി കൊണ്ടുവരുന്നു. അതിനുശേഷം ഇപ്പോൾ എന്തർത്ഥത്തിലാണ് ഇതൊരു ഗൂഢാലോചനയാണ്, മാധ്യമപ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന വിശദീകരണം ജയരാജൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ജയരാജൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എന്താണെന്നുള്ളത് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ. അദ്ദേഹത്തിന് ഈ വിഷയത്തിലേക്ക് 25-ാം തീയതി എന്തിനാണ് വലിച്ചെടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അന്ന് മാധ്യമങ്ങൾ മുഴുവൻ ചോദിച്ചത് എന്തുകൊണ്ട് ജയരാജൻ മറുപടി പറയുന്നില്ല, ഇങ്ങനത്തെ ആരോപണം വന്നിരിക്കുന്നു, ജയരാജൻ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നാണ് മാധ്യമങ്ങളുടെ അന്വേഷണം ഉണ്ടായത് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ. അപ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ള സ്വാഭാവികമായ ഉത്തരവാദിത്വമാണ് താൻ നിർവഹിച്ചത്. ഇതാണ് അതിൻ്റെ നിലപാട്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു അജണ്ട തന്നെയാണ്. അതാണ് താൻ മറുപടി പറഞ്ഞത്. ഈ നിലപാടാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു BJP നേതാവ്, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി, ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. KPCC അധ്യക്ഷൻ പേര് തുറന്നു പറയുന്നു, KPCC അധ്യക്ഷൻ ആരാണെന്നുള്ള പേര് തുറന്ന് പറയുന്നു. സ്വാഭാവികം മറുപടി പറയണം എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിന് മാധ്യമങ്ങളുടെ പേര് കൂടി വലിച്ചിഴക്കുകയാണ്, ഗൂഢാലോചന എന്ന് പറയുകയാണ്. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നുള്ളതാണ്. കാരണം CPM-കാർക്ക് പോലും ദഹിച്ചിട്ടില്ല അന്ന് രാവിലെ സുധാകരൻ വന്ന് മാധ്യമങ്ങളോട് താൻ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പിനെയൊക്കെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത് ജൂൺ 4-ന് അറിയാം. ആ തലത്തിൽ CPM പോലും പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് വീണ്ടും ന്യായവാദവുമായി വരുന്നത് ജയരാജൻ. അല്ല, അത് CPM-ൻ്റെ ദഹനകരണത്തെ സംബന്ധിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ടത് അതവർ തീർക്കട്ടെ. പക്ഷെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം എന്താണ് വന്നത്? ദല്ലാൽ നന്ദകുമാർ ഇതുമായിട്ട് രംഗത്ത് വരികയാണല്ലോ. ദല്ലാൽ നന്ദകുമാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം എന്തായിരുന്നു? പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് പണം വാങ്ങിച്ചത് എന്നുവരെ
അയാൾ പറഞ്ഞു കഴിഞ്ഞു. അയാൾ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നതിന് ഞാൻ ഒരു കാരണവശാലും അക്നോളജ് ചെയ്തുകൊണ്ടല്ല വർത്തമാനം പറയുന്നത്. ഞാൻ ആ മനുഷ്യൻ പറയുന്നത് മാത്രമാണ് കോട്ട് ചെയ്യുന്നത് കേട്ടോ. അയാൾ പറഞ്ഞത് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആകാൻ വേണ്ടി 1 കോടി രൂപ BJP നേതാക്കൾ കൊടുക്കണം. അതിൽ 80 കയ്യിലുണ്ട്, 20 വേണം. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതാണ് 10 ലക്ഷം രൂപ താൻ വസ്തുവിൻ്റെ അഡ്വാൻസിനായിട്ട് കൊടുത്തത്. പിന്നെ വടക്കാഞ്ചേരിക്കടുത്ത് തൃശ്ശൂരാണല്ലോ അവരുടെ തറവാട്. അവിടുത്തെ അവരുടെ പിന്നെ ഭൂമിയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആകാനായിട്ട് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന വൈബ്രന്റ് ആയിട്ടുള്ള വനിതാ നേതാവിന് 1 കോടി രൂപ സ്വന്തം പാർട്ടിക്കാർക്ക് കോഴ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ ഇയാൾ ഈ ദില്ലാ നന്ദകുമാർ പറഞ്ഞ കാര്യം ഇവിടെ ചർച്ചയാവുന്നില്ല. അത് വാസ്തവത്തിൽ വലിയ വിഷയമല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ആ വിഷയം ചർച്ചയാവുന്നില്ല. ആവട്ടെ, ഇരിക്കട്ടെ. ഇത് ശോഭാ സുരേന്ദ്രൻ അത്ര പിന്നെ ആ ഇലക്ഷൻ രംഗത്ത് നിൽക്കുമ്പോഴേക്ക് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ അവരെ ഉപദ്രവിക്കുന്നില്ല എന്ന് വെച്ചു എന്ന് അത്ര ഒരു ന്യായം, തൊഴിൽ ന്യായം വേണം, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഈ പിറ്റേ ദിവസം ജയരാജൻ പറയുമ്പോൾ പോളിംഗിൻ്റെ ദിവസം തലേദിവസം മാധ്യമ ഗൂഢാലോചനയുടെ കാര്യമല്ലല്ലോ, അതല്ലേ താങ്കൾ ചോദിച്ചത്. അത് തലേദിവസം മാധ്യമങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അത് ഗൂഢാലോചനയാണെന്നല്ല, മാധ്യമങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല, ജയരാജനെതിരെ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹം മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് മാധ്യമ ചർച്ചകൾ വരുന്നത്. ഞാനതിനെ ഗൂഢാലോചന എന്ന പേര് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞതാണ്. ഞാനതിനെ ഗൂഢാലോചന എന്ന പേര് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ ഈ ചർച്ചയിൽ. പിന്നെ അതിൽ മാധ്യമങ്ങൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു, എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല, അതിനാണ് താൻ മറുപടി പറഞ്ഞത് പോളിംഗിൻ്റെ അന്ന്. അതാണ് ജയരാജൻ്റെ നിലപാടായിട്ട് പറഞ്ഞത്. ഇത് രണ്ടാമത്തെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം മാർച്ച് 5 നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ പിറ്റേ വർഷം ഇലക്ഷനിങ്ങിൻ്റെ അവസാനം എടുക്കുമ്പോൾ പോളിംഗിൻ്റെ തൊട്ട് തലേ ദിവസം വലിയ വാർത്താ സ്ഫോടനമായിട്ട് വരുന്നത്. അതാണ് മറ്റൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഭയങ്കര രസകരമായിരുന്നല്ലോ, നമ്മളെല്ലാം കേട്ടതല്ലേ. അതായത് ആക്കുളത്ത് ഈ ഫ്ലാറ്റൊക്കെ ഈ ആക്കുളത്തെ ഈ ഫ്ലാറ്റ് എനിക്ക് അറിയാവുന്ന ഫ്ലാറ്റാണ്. കാരണം അങ്ങനെ ഒരു ഹൈവേ കൂടെ പോകുമ്പോൾ നേരെ കയറി ചെല്ലാവുന്ന ഫ്ലാറ്റൊന്നുമല്ല. അല്പം ഒന്ന് ഇടവഴി ഒന്ന് കയറി ബൈ റോഡ് കയറി ചെന്ന് കയറണം. അവിടെ യാദൃശ്ചികമായ ഒരു നേതാവിനെ കാണുന്നു. ആ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റിയുടെ അനുവാദം വാങ്ങണം. ഈ അനുവാദം ചോദിച്ച് ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥനെ ഫോണിൽ വിളിക്കണം. അല്ലാതെ ഒരാൾക്ക് അവിടെ കടന്നു ചെല്ലാൻ പറ്റാത്ത സുരക്ഷാ സംവിധാനമൊക്കെയുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിന് ദിവസം ഈ അദ്ദേഹത്തിൻ്റെ സംസാരം പോലും അപഹാസ്യ രീതിയിലായിരുന്നു, നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ആ ഗൗരവത്തോടു കൂടി അദ്ദേഹം അതിനെ കണ്ടില്ല എന്നൊരു പ്രശ്നവുമുണ്ടല്ലോ. പറയാം, അങ്ങനെ ന്യായമായിട്ടും താങ്കൾക്ക് പറയാനുള്ള എല്ലാ ഉത്തരവാദിത്വമുണ്ട്, ന്യായമാണ്, താങ്കളുടെ ആ നിലപാടും ന്യായമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം മാർച്ച് 5 നടന്നൊരു കാര്യമാണല്ലോ, ഒന്നാമത്തെ കാര്യം. ആ കാര്യമാണ് ഈ വർഷം 2023 നടന്ന കാര്യം 2024 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആക്കുളത്തെ ആ ഫ്ലാറ്റിൽ എന്നല്ല ഏത് ഫ്ലാറ്റിലാണെങ്കിലും ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ നേരെ കയറി ചെല്ലാൻ കഴിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ഇ.പി. ജയരാജനോടും ഈ ദില്ലാൽ നന്ദകുമാർ ചോദിക്കാൻ ഇടയുണ്ട് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ താങ്കൾ അവിടെയുണ്ട്, ഇ.പി. അവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയാണ്, എൻ്റെ കൂടെ ഒരാളുമുണ്ട്. ഇപ്പം ന്യായമായിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കാൻ ഞാൻ പാർട്ടി മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങുകയാണ്, ഇത് ജസ്റ്റ് ഞങ്ങൾ വന്ന് കണ്ട് പൊയ്ക്കോളാം, ഉടനെ പൊയ്ക്കോളാം എന്നാവും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക. അതെൻ്റെ ഊഹം മാത്രമാണ് കേട്ടോ, ഞാനതെൻ്റെ ഒരു ഊഹമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കാണ് ജാവദേക്കറാണ് കൂടെ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അവർ പിന്നെ സംസാരിക്കാനുണ്ടെന്നത്, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, പാർട്ടി മീറ്റിങ്ങിന് പോവുകയാണ്, കഷ്ടിച്ച് 10 മിനിറ്റ് നിന്നു ഇറങ്ങി. ഇതാണല്ലോ അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് പിന്നെ ഈ അത് മുൻകൂർ അറിയിച്ചിരിക്കാം, ഞങ്ങൾ ജാവദേക്കറാണ് വരുന്നതെന്നുള്ള ഒരുപക്ഷെ നന്ദകുമാർ പറഞ്ഞിരിക്കണമെന്നില്ല, എന്നാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നെങ്കിലും മിനിമം പറഞ്ഞിരിക്കണം. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണെന്നറിയാമോ? പ്രശ്നം വരുന്നത് ഇവിടെ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്നാണല്ലോ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. വളരെ ആവേശകരമായി അതിനാണല്ലോ ശ്രമിച്ചത്, ഇലക്ഷൻ്റെ തൊട്ടടുത്ത ദിവസം ശ്രമിക്കുന്നത്. അവിടെയാണല്ലോ അതൊരു പൊളിറ്റിക്കൽ പ്ലോട്ടായി മാറുന്നത്. അങ്ങനെ പൊളിറ്റിക്കൽ പ്ലോട്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആ പൊളിറ്റിക്കൽ പ്ലോട്ട് ജയരാജനാണ് സൃഷ്ടിച്ചതെന്ന് അങ്ങ് പറയുകയാണ്. പിന്നെ എന്നിട്ട് ഈ പൊളിറ്റിക്കൽ പ്ലോട്ടിനെ എന്തുകൊണ്ട് ജയരാജൻ ആൻസർ പറയുന്നില്ല എന്ന് ചോദ്യ ശരങ്ങൾ അങ്ങ് നിരന്തരം എഴുതി വിടുകയാണ്. LDF കൺവീനറാണ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത് തലേദിവസം എന്തുകൊണ്ട് EP മറുപടി പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ്, അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇതാണ് പറയുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് എന്താണ് ജാഗ്രത കുറവുണ്ടായോ,
ശാസിക്കേണ്ട കാര്യമാണോ, അത് പരസ്യമായി ശാസിക്കണമോ, പിന്നെ പാർട്ടിക്കകത്തുള്ള ശാസനയാണോ എന്നൊക്കെയുള്ളത് ആ പാർട്ടിയുടെ കേന്ദ്ര സമിതി തന്നെയാണ്, കേന്ദ്ര കമ്മിറ്റി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അല്ല, അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ നടപടി ഉണ്ടായേക്കാം എന്ന വാർത്തകൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. നമുക്ക് ആ ബൈറ്റ് കൂടി ഒന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജൻ ഈ വിഷയത്തെ, മുഖ്യമന്ത്രി പോലും ജാഗ്രത കാട്ടിയില്ല എന്ന് പറഞ്ഞ വിഷയത്തെ അദ്ദേഹം സമീപിക്കുന്നത്. ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഏത് പാർട്ടി വിശദീകരണം? അതിൽ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്താ എന്നെ പുറത്താക്കാൻ പോകുന്നു, നടപടിയെടുക്കാൻ പോകുന്നു? നിങ്ങളുണ്ടാക്കിയ പത്രക്കാരുണ്ടാക്കിയതല്ലേ? നിങ്ങൾ ആശ്വസിച്ചോളൂ. ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ അതിന് ആയുസ് കുറവായിരിക്കും. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ സെക്രട്ടറിയോ, ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസിനെതിരെ എല്ലാവരും BJP-യിലേക്ക് പോകുന്നു, BJP-യുമായി ചർച്ച നടത്തുന്നു. ഈ സുധാകരനെതിരെ വരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം പ്രചരണം നടത്തിയ ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ. ഞാൻ ഈ കേരളം മുഴുവൻ സഞ്ചരിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അവിടുത്തെ എല്ലാ യോഗങ്ങളിലും എല്ലാ ചർച്ചകളിലും പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്ന തരത്തിലായിരുന്നു. അവിടെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗം കാണിക്കേണ്ട ജാഗ്രത പോലും കേന്ദ്ര കമ്മിറ്റി അംഗം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു വെക്കുകയാണ്. എന്തിന് നടപടിയെടുക്കണം തനിക്കെതിരെ? താന് എന്തിൻ്റെ പേരിലാണ്? മാധ്യമങ്ങൾക്കാണ് അവിടെയും കുറ്റം. അതിനും ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ആരോ ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന് പകർന്നു കൊടുത്തിട്ടുണ്ട്, നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. CPM-ന്റെ ഘടന അറിയുന്ന ആർക്കും അറിയാം നാളത്തെ സെക്രട്ടേറിയറ്റിലൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. ഞാനും അങ്ങനെ തന്നെ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ CPM-ന്റെ രാഷ്ട്രീയ ഘടന, സംഘടനാ ഘടനയൊന്നും അങ്ങനെ അല്ലെന്നേ. അതുകൊണ്ട് തന്നെ അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഈ കഷ്ടിച്ച് ഒരാഴ്ച മുമ്പാണല്ലോ അസം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇവിടെ വന്ന് പറഞ്ഞത്. 2 മാസം മുമ്പ് വരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച സജീവമായിരുന്നു, കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ഏറെങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കമുള്ളതൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ കഴിഞ്ഞ വർഷത്തെ സാധനം പുതിയ പ്ലോട്ടായിട്ട് വരുന്നത്. എന്താണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരൊക്കെ നമ്മളൊക്കെ ഈ മാധ്യമരംഗത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, എത്രയോ പേരെ കാണുന്നു, പരിചയപ്പെടുന്നു. ഇപ്പോൾ ജാവദേക്കർ കേരള പ്രഭാരിയാണ്, കേരളത്തിൽ BJP-യുടെ സംഘടനാ ചുമതലയുള്ള ആ പാർട്ടി വളർത്താൻ ചുമതലപ്പെട്ട RSS-ൻ്റെയും BJP-യുടെ ഒക്കെ ആളാണ്. അങ്ങേരെ എത്രയോ പേരെ ഇന്നലെ മുംബൈയിൽ പറഞ്ഞില്ലേ, കേരളത്തിലുള്ള മുഴുവൻ കോൺഗ്രസ് MPമാരെയും ഞാൻ പേഴ്സണലി കണ്ടു, ഐ ടോക്ക് ടു ദം പേഴ്സണലി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ വ്യക്തിപരമായി അങ്ങനെ ഒരാൾ കാണുന്നതിലൊന്നും തെറ്റ് കാണേണ്ട കാര്യമില്ല 21-ാം നൂറ്റാണ്ടിൽ. അതൊക്കെ ഉടനെ രാഷ്ട്രീയമായ കൂട്ടുകെട്ടിലേക്ക് പോകുന്നു. ഇതാ കഴിഞ്ഞ വർഷത്തെ മാർച്ച് 5 നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്ര ഗവർണറായി EP ജയരാജൻ പോകാൻ പോകുന്നു, അതിൻ്റെ പ്ലോട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്ന് ഇന്ന് പൊന്തിച്ചുകൊണ്ട് വരുന്നത് എന്തർത്ഥമാണുള്ളത്? 1 വർഷം കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോഴും LDF കൺവീനറാണ്, എവിടെയും പോയിട്ടില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത്തരത്തിൽ ജയരാജൻ്റെ ആ മാനറിസങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ പലപ്പോഴും അത്തരത്തിലുള്ളതാണ്. അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, പലപ്പോഴും CPM-ന് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെയൊക്കെ, മുഖ്യമന്ത്രിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ദല്ലാൽ നന്ദകുമാർ, അയാൾക്ക് എന്നോടുള്ള നിലപാട് എന്താണ്, ശത്രുത എന്താണെന്നുള്ളത് ഈ നാട് മുഴുവൻ അറിയുന്നതാണ്. എന്തായാലും ലാവ്ലിൻ കേസിൻ്റെ പുറകിൽ എത്ര കാലം ഓങ്ങി നടന്നു, ഇപ്പം ഹിംസിച്ച് കളയൊന്നും പറഞ്ഞ്, അതൊക്കെയാണ് മുഖ്യമന്ത്രി മനസ്സിൽ കരുതി വെച്ചത് പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ജാവദേക്കറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുക്കി ജയരാജനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് എന്ന് വരുത്തി തീർക്കുന്നതൊക്കെ എന്ത് തരം രാഷ്ട്രീയമാണ്? അതിൻ്റെ അകത്ത് ഇങ്ങനെ അഭിരമിക്കുന്നതിൻ്റെ അകത്ത് എന്ത് യുക്തിയാണുള്ളത്? ന്യായമായിട്ടും എന്ത് യുക്തിയാണ് അതിൻ്റെ അകത്തുള്ളത്? ജിൻഡോ, അതിന് മറുപടി വേണം. കാരണം ഇവിടെ ജയരാജൻ ജാവദേക്കറെ കണ്ടു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ച കാര്യമാണ്. മുഖ്യമന്ത്രിയും പറയുന്നു താനും പലവട്ടം ജാവദേക്കറെ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളല്ല, അദ്ദേഹം മറ്റു പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചർച്ച നടന്നതല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ജയരാജൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ അവിടെ കാണുന്നു എന്നതിനപ്പുറം ഇന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ BJP-യിലേക്ക് പോകും എന്നുള്ളത് ആർക്കെങ്കിലും, അരിയാഹാരം കഴിക്കാവുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? കാരണം BJP-ക്കെതിരെ കണ്ണൂരിലൊക്കെ ഒരുപാട് പോരാടി വളർന്നു വന്ന നേതാവാണ് താൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വെറുതെ ഇങ്ങനെ BJP-ക്കാരനാക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തുന്നുവെന്ന് പറഞ്ഞു വെക്കുന്നു. ഒപ്പം ശ്രീ ജയചന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, തലേ ദിവസം വലിയൊരു ആരോപണം പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ജയരാജനെതിരെ ഉയരുന്നു. ഈ ഇതുമായി ബന്ധപ്പെട്ട്
മറുപടി വേണം, വിശദീകരണം നൽകേണ്ട ബാധ്യത ജയരാജനുണ്ട്. എന്തിനാണ് കണ്ടതെന്നും എന്തായിരുന്നു സാഹചര്യമെന്നുമൊക്കെ അത് മാത്രമാണ് നടത്തിയത്. അതിനപ്പുറമുള്ള ഒരർത്ഥതലവും ഈ കൂടിക്കാഴ്ചയ്ക്ക് കാണേണ്ട എന്നുള്ള വിശദീകരണത്തിലുള്ള മറുപടി. അല്ല ശ്രീ രഞ്ജിത്ത്, ഈ OK വാസുവിനെ പോലുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയ പാർട്ടി CPM-ഉം ജയരാജനെ പോലെ S രാജേന്ദ്രനെ പോലുള്ള ആളുകൾക്കൊക്കെ പോകാൻ പറ്റിയ പാർട്ടി BJP-യുമാണ്. അതിലൊന്നും തർക്കവും നമുക്ക് വേണ്ട. പക്ഷേ BJP-യിലേക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോവുകയോ അല്ലെങ്കിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇവർ കാണുകയോ ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ ഇവർ തന്നെ വായുവിൽ നിന്നെടുത്ത് അത്തരം പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളെ, പാർട്ടി പ്രവർത്തകരെ, ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ വലിയ രീതിയിൽ വഞ്ചിക്കുന്ന നിലപാടാണ് CPM നേതാവായിട്ടുള്ള EP ജയരാജൻ LDF-ന്റെ കൺവീനറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇത് കുറേ കാലം മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് കേരളത്തിലെ പത്മജ വേണുഗോപാലിനെ പോലുള്ള, അനിൽ ആന്റണിയെ പോലുള്ള ആളുകളൊക്കെ BJP-യിലേക്ക് പോയപ്പോൾ വലിയ രീതിയിലുള്ള ചാരിത്ര്യ പ്രസംഗം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നടത്തിയിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർ ഇതെല്ലാം മറച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ ജയരാജൻ BJP പോകുന്നതൊന്നും നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമല്ല. ജയരാജൻ BJP പോവുമോ മറ്റേതെങ്കിലും പാർട്ടി പോവുമോ അതൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല. പക്ഷേ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടെടുക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ ജയരാജന് വന്നത് ജാഗ്രതക്കുറവാണ്, ഭാവിയോടൊപ്പം പോയാൽ ഭാവിയാകും എന്നൊക്കെ പിണറായി വിജയൻ പറയുന്നത് ഒരു ലോക തത്വമാണ് എന്നാണ് ഇന്ന് EP ജയരാജൻ പറയുന്നത്. ഏത് നമ്മൾ കൺഫ്യൂഷ്യസിനെ അല്ലെങ്കിൽ പ്ലേറ്റോയെ, അരിസ്റ്റോട്ടിലെ പോലെയുള്ള ഒരു ലോകം കണ്ട മഹാനായ നേതാവ്, മഹാനായ ഫിലോസഫറാണല്ലോ പിണറായി വിജയൻ. അതുകൊണ്ട് അത് EP ജയരാജനും വേണ്ടി മാത്രമല്ല, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കും കൂടി കൊടുത്തിട്ടുള്ള മഹത്തായ സന്ദേശമാണ് എന്നാണ് EP ജയരാജൻ പറയുന്നത്. അപ്പം തെറ്റുപറ്റിയത് നമ്മൾക്കാണോ? അതായത് പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്തോ നമ്മൾ മറ്റാളുകൾ ആരൊക്കെയാണ്? EP ജയരാജൻ ഇതൊക്കെ കണ്ട് മറ്റൊരു പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന പോലെയാണ് ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, EP ജയരാജൻ പാർട്ടിയുടെ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, LDF-ന്റെ കൺവീനറാണ്. LDF-ന്റെ കൺവീനർ ആയിരിക്കെ തന്നെ അദ്ദേഹം NDA-യുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ്, BJP-യുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്നുള്ള അഭിപ്രായം പറയുമ്പോൾ വലിയ രീതിയിലുള്ള ആക്ഷേപം കേരളത്തിൽ നേരിടുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയനും ആ അഭിപ്രായത്തെ ഖണ്ഡിച്ചിട്ട് പോലും EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, EP ജയരാജന്റെ വീട്ടിൽ പ്രകാശ് ജാവദേക്കർ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടതാണോ, അദ്ദേഹം വലിഞ്ഞു കയറി ചെന്നതാണോ എന്നുള്ളതൊക്കെ മറ്റൊരു തർക്ക വിഷയമാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. കേരളത്തിലെ ഫ്ളാറ്റുകളിലൊക്കെ എങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ, ഫ്ളാറ്റ് ഓണേഴ്സിന്റെ അനുമതി ഇല്ലാതെ എന്നുള്ളതൊക്കെ നമുക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അതൊക്കെ വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. ഈ കാര്യം പ്രകാശ് ജാവദേക്കർ വന്ന് EP ജയരാജനെ കണ്ട് 2, 3, 4 എത്ര മിനിറ്റും ആയിക്കോട്ടെ കണ്ട് ഒന്നും സംസാരിക്കാനുള്ള സമയമില്ല. അവിടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൊച്ചുമോന്റെ പിറന്നാളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു ചെറിയ കൂടിക്കാഴ്ച നടത്തി പോയി എന്നതിനെ ഇത്ര വലിയ പർവ്വതീകരിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദ്യം. അല്ല രഞ്ജിത്ത്, അങ്ങനെ അത്രയും സൗകര്യമില്ലാത്ത, അത്രയും തിരക്കുകളുള്ള ജയരാജനെ കാണാനായിട്ട് എന്തായാലും പ്രകാശ് ജാവദേക്കർ ആ ഫ്ളാറ്റിൽ ഇടിച്ചു കയറിയതായിരിക്കില്ല. ഫ്ളാറ്റിൽ വന്ന് താഴത്തെ സെക്യൂരിറ്റിയോട് ഫ്ളാറ്റ് ഓണേഴ്സിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിന്നിട്ടാണോ അല്ലെങ്കിൽ അനുമതി കൊടുത്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അത്ര തിരക്കിട്ട ഷെഡ്യൂളിനിടയ്ക്ക് എങ്ങനെയാണ് EP ജയരാജനെ കാണാൻ ഈ 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അനുവാദം കിട്ടിയതെന്നുള്ളത് നമുക്ക് സംശയമാണ്. അത് മറ്റൊരു കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. ഇങ്ങനെ പ്രകാശ് ജാവദേക്കർ, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി, BJP-യുടെ അഖിലേന്ത്യാ നേതാവ്, കേരളത്തിൽ BJP-യിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ ആകർഷിക്കാനും വലവിരിച്ചെടുക്കാനും ശ്രമിക്കുന്ന ഒരു നേതാവ് EP ജയരാജനെ കണ്ട കാര്യം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജൻ പാർട്ടിയെ അറിയിച്ചിരുന്നു. ഒന്നാമത്തത്. 2, അത് പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, LDF കൺവീനർ എന്നുള്ള നിലയ്ക്ക് LDF-ന്റെ യോഗത്തിൽ അദ്ദേഹം അറിയിച്ചിരുന്നു, എന്നെ BJP-യുടെ ഇന്ന നേതാവ് വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്, വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ്. ഇനി പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും പ്രകാശ് ജാവദേക്കർ കണ്ടിട്ടുണ്ട്. എന്നാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത്, എവിടെയാണ് കണ്ടത് എന്ന് കൂടി പറയണം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പോലും സൗകര്യം കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ, അദ്ദേഹം ട്രെയിൻ യാത്രകൾ പോലും നടത്താത്ത ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ പ്രകാശ് ജാവദേക്കർ കണ്ട സ്ഥലം, സമയം, സന്ദർഭം ഇത് പറയേണ്ടതുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതെങ്കിൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ പ്രകാശ് ജാവദേക്കറെ കണ്ടതല്ല പ്രശ്നം, കണ്ടതിന് ഒരു സാക്ഷിയെ അവശേഷിപ്പിച്ചതാണ് ജയരാജൻ ചെയ്ത ജാഗ്രത കുറവ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യത്തിൽ നമുക്ക് മനസ്സിലാകേണ്ടത്. ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2023 ജനുവരി മാസത്തിൽ
ഈ MP ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ജാഥകൾ നടക്കുന്ന കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ പരിപാടി നടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ അമ്പല കമ്മിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ജയരാജൻ നടത്തുന്ന പ്രസംഗം കൊണ്ട് MP ഗോവിന്ദന്റെ ജാഥ തൃശ്ശൂർ ജില്ലയിലെത്തുമ്പോൾ EP ജയരാജൻ അതുവരെ ജാഥയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വെറും EP ജയരാജനല്ല, കേന്ദ്ര കമ്മിറ്റി അംഗം, CPM-ന്റെ നേതാവ്, സമുന്നതനായ നേതാവ്, അദ്ദേഹം LDF-ന്റെ കൺവീനർ, അദ്ദേഹം പോയത് നന്ദകുമാറിന്റെ അമ്മയ്ക്ക് ഷാൾ അണിയിക്കാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്ത്. അപ്പോൾ ഏതിനാണ് EP ജയരാജൻ എന്ന് പറഞ്ഞ LDF കൺവീനർ കൊടുത്ത പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഈ LDF-ന്റെ രാജ്ഭവൻ മാർച്ച്, ഗവർണർക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ, അധ്യക്ഷം വഹിക്കാൻ LDF കൺവീനർ പോയില്ല. അദ്ദേഹം പകരം പോയത് എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. നാളെ സെക്രട്ടേറിയറ്റിൽ നമുക്കറിയാം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ സെക്രട്ടേറിയറ്റിനാവില്ല, സംസ്ഥാന കമ്മിറ്റിക്ക് വേണമെങ്കിൽ ശുപാർശ ചെയ്യാം. പക്ഷേ സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമോ എന്ന കാര്യത്തിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടി നടപടി വരുമോ എന്ന് പറയുമ്പോൾ, ഇത്ര ഗൗരവതരമായി ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥ കേരളം മുഴുവൻ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ഈ പറഞ്ഞതുപോലെ ദല്ലാനന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് ഷോൾ അണിയാനായി എത്തി എന്ന് വലിയ വാർത്തയായിരുന്നു അവിടെ. ഒപ്പം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ, ഈ രാജ്ഭവൻ മാർച്ചിലടക്കം പങ്കെടുക്കാത്ത ഒരു നേതാവ്, അന്ന് അദ്ദേഹത്തോട് ആരും ചോദിച്ചില്ല, പാർട്ടി വിശദീകരണം ചോദിച്ചില്ല. നമുക്കറിയാം P ജയരാജൻ ഉന്നയിച്ച ആരോപണം അന്തരീക്ഷത്തിലുണ്ട് ഇപ്പോഴും, റിസോർട്ടുമായൊക്കെ ബന്ധപ്പെട്ട്. അവിടെയും ചോദ്യം വന്നില്ല പലപ്പോഴും. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിൽ പാർട്ടിയെ നേരത്തെ തന്നെ കൊണ്ടുപെടുത്തിയ നേതാവാണ് ജയരാജൻ. ആ ജയരാജൻ ഈ വിഷയത്തിൻ്റെ പേരിൽ പാർട്ടി എന്ത് നടപടിയെടുക്കും, അല്ലെങ്കിൽ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകുമോ എന്ന ചോദ്യവും പ്രസക്തമല്ലേ? അങ്ങനെ ഒരു കടുത്ത കാര്യങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തിരുത്താൻ ശ്രമിച്ച അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിലേക്ക് പോകുമോ എന്നുള്ളതും പ്രസക്തമല്ലേ? ഇത് പഴയ CPM അല്ലല്ലോ. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ എത്തരത്തിലുള്ള പാർട്ടി വിലക്കുകളും പാർട്ടിയുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടുണ്ടെന്നൊക്കെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ. മാധ്യമങ്ങളുടെ മുമ്പിലോ അതിന്റെ വാർത്തകളും ഫുട്ടേജുകളും ഉണ്ടല്ലോ. ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പാർട്ടി മുഴുവൻ പിണറായി വിജയനിലേക്ക് ഒരു നേതാവിലേക്ക് ഒതുക്കപ്പെടുന്ന ഒരു കാര്യമാണ്. EP ജയരാജൻ അദ്ദേഹം രാജ്ഭവൻ മാർച്ചിന്റെ അധ്യക്ഷ സ്ഥാനത്ത് പങ്കെടുക്കാതെ അതിൽ നിന്ന് ഒഴിവായി നിന്നപ്പോൾ, MP ഗോവിന്ദൻ ജാഥയിൽ പങ്കെടുക്കാതെ നന്ദകുമാറിന്റെ അമ്മയെ ഷാൾ അണിയിക്കാൻ പോയപ്പോൾ, അദ്ദേഹം NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹം ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ആവർത്തിച്ച് ചെയ്തിട്ടും വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറയാത്ത പാർട്ടി, അപ്പോഴും പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായത് എന്തിന്റെ പേരില? സാക്ഷിയെ അവശേഷിപ്പിച്ചു എന്നുള്ളതിന്റെ പേരില. നന്ദകുമാറിനെ പോലെ ഒരു സാക്ഷി ഉണ്ടായിപ്പോയി എന്നുള്ളതിന്റെ പേരില, അല്ലാതെ ചർച്ച നടത്തിയതിന്റെ പേരിലല്ല. ചർച്ച നടത്തിയതിന്റെ പേരിലാണെങ്കിൽ ഞാനും അത്തരത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പിണറായി വിജയൻ പറയുന്നത് അതിന് ജനറലൈസ് ചെയ്ത് മൈൽഡാക്കി കളയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ പാർട്ടി യോഗത്തിൽ യാതൊരു തീരുമാനങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവർ ശുപാർശ ചെയ്താലും ശുപാർശ നടപ്പാക്കാനും പോകുന്നില്ല. കാരണം സീതാറാം യെച്ചൂരിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? കേരളത്തിലെ വിഷയമാണ്, കേരളത്തിലെ നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവിടെ തീരുമാനിക്കട്ടെ എന്ന്. സീതാറാം യെച്ചൂരിക്ക് അഭിപ്രായം പറയാനുള്ള ധൈര്യമില്ലെന്നേ. അദ്ദേഹത്തിന് വണ്ടിക്കൂലി കൊടുക്കുന്നത് കേരളത്തിലെ പാർട്ടിയാ. കാരണം പാർട്ടിക്ക് കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ, സാഹചര്യങ്ങളുള്ളൂ. അതുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ആണവ കരാർ മുതൽ ആഗോള താപനം വരെയുള്ള ലോകത്തിലെ മുഴുവൻ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന സീതാറാം യെച്ചൂരിക്ക് കേരളത്തിലെ നിന്നുള്ള EP ജയരാജൻ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് LDF കൺവീനറുടെ ഭാഗത്തുനിന്ന് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇന്ത്യ എമ്പാടും ഞങ്ങൾ BJPക്കെതിരെ പോരാട്ടം നടത്തി എന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ പറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ EP ജയരാജൻ എന്ന് പറഞ്ഞ LDF-ന്റെ കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം വന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് CPM-ന്റെ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ സഹയാത്രികർക്ക്, അല്ലെങ്കിൽ ഇവർ അണികൾക്കൊക്കെ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ മടിക്കണ്ട എന്നുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ജയരാജൻ പറയുന്നത് BJPയുടെ ഗൂഢാലോചനയാണ്. കാരണം ശോഭാ സുരേന്ദ്രനാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും സംഭവിച്ച കാര്യമാണെന്ന് പിന്നീട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അവിടെ മറുപടി പറഞ്ഞു പോയേ പറ്റൂ. ഈ BJP നേതാക്കളൊക്കെ ഇപ്പം പ്രഭാരിയായ ജാവദേക്കറൊക്കെ ഇങ്ങനെ CPM-ന്റെ ആളുകളെയൊക്കെ ഇങ്ങനെ വലവീശി പിടിക്കാൻ നടക്കുകയാണ് എന്നുള്ള ഒരു തരത്തിലുള്ളൊരു പ്രചരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത് എന്ത് ഗുണമാണ് പാർട്ടിക്ക് ചെയ്യുക എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇങ്ങനെ നേതാക്കളെ മറ്റ് പാർട്ടികൾ നേതാക്കളെ വലവീശി പിടിക്കാതെ BJPക്ക് കേരളത്തിൽ വളരാൻ പറ്റില്ലാത്ത സാഹചര്യമാണോ ഇപ്പോ? അങ്ങനെയല്ല, അതൊരു വലവീശി പിടിക്കലോ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ സൗഹൃദ ചർച്ച എന്നതിന് മാത്രമായി കണ്ടാൽ മതി. EP ജയരാജനെ പോലെ ഒരാളെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹസവും ഒരു കേന്ദ്ര നേതാവോ പ്രകാശ് ജാവദേക്കറോ അല്ലെങ്കിൽ കേരള BJPയോ ശ്രമിക്കില്ല എന്നുള്ള കാര്യം പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം.
ഇ.പി. ജയരാജനെ മാത്രമല്ല, ഒരു പ്രഭാരി എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരായിട്ടുള്ള മുഴുവൻ MLA-മാരെ കണ്ടിട്ടുണ്ട്, CPI-കാരെ കണ്ടിട്ടുണ്ട്, CPM-കാരെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് BJP-യുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മുഖമാണ് പ്രകാശ് ജാവ്ദേക്കർ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അനുസരിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം BJP-കാരെ മാത്രമല്ല ഇതര പ്രസ്ഥാനങ്ങളുമായി പെട്ട ആളുകളുമായിട്ട് വളരെയധികം വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ യുദ്ധമുഖത്ത്, ഒരു പാർലമെന്റ് ഇലക്ഷന്റെ യുദ്ധമുഖത്ത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ കാണുന്നത് സ്വാഭാവികമാണ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അനുകൂലമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP-കാർക്ക് അല്ലെങ്കിൽ BJP എന്ന പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ ഐത്തം കൽപ്പിച്ചുകൊണ്ട് അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിന്റെ ഉപരിമണ്ഡലത്തിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊരു പ്രസ്താവനകൾ പലപ്പോഴും കാണാറുണ്ട്. ആ പ്രസ്താവനകളൊക്കെ സത്യത്തിൽ ഈ കേരളത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോ ഈ ചർച്ചയും വിവാദങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് BJP-ക്ക് അല്ലെങ്കിൽ BJP-കാരുടെ ഐത്തമില്ലാത്ത പൊളിറ്റിക്കൽ നേതാക്കന്മാരും പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും ആയിട്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മാറിയിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടുള്ള അവരുടെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ്. ആ മനോഭാവത്തിൽ വന്ന മാറ്റം അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നമുക്കറിയില്ല, കേരളത്തിൽ തന്നെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ, ഇപ്പൊ പത്മജ ആയിക്കോട്ടെ, അനിൽ ആന്റണി ആയിക്കോട്ടെ, ഇപ്പൊ അബ്ദുള്ളക്കുട്ടി ആയിക്കോട്ടെ, വിവിധ ആളുകൾ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സജ്ജരായി നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് ആ പാർട്ടിയുടെ ഒരു മേന്മയും അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന വികസന അജണ്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ടയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട്. സ്വാഭാവികമായി പ്രകാശ് ജാവ്ദേക്കർ E.P. ജയരാജനുമായി സംസാരിക്കുന്നു, നമ്മുടെ രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുരളീധരനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ആളുകളുമായി വിവിധ സന്ദർഭങ്ങളിൽ, കാരണം അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരിയായി ചുമതലയേറ്റതിനു ശേഷം വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോടുള്ള പക്ഷേ ഇതിനിടയ്ക്ക് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കൂടെ ഇടയ്ക്ക് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒക്കെ ഇങ്ങനെ BJP-യിലേക്ക് വന്നു. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നതിനിടയ്ക്ക് അങ്ങനെ ചില സംഭവങ്ങളും ഉണ്ടായി, അങ്ങനെ നിരവധി ആളുകളെ എത്തിച്ചു. അല്ല, അതൊരു പ്രസ്ഥാനത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണല്ലോ. BJP-യോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന മതഭീകരവാദികളല്ലാത്ത, രാജ്യവിരുദ്ധരല്ലാത്ത ആളുകളെയും മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കണം എന്ന അജണ്ട ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലെ ആളുകളേ ഉള്ളൂ. ഒന്ന് ഇന്നത്തെ BJP-കാരും മറ്റൊന്ന് നാളത്തെ BJP-കാരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിനകത്ത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത മതഭീകരവാദികൾ, രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒഴികെ ബാക്കി എല്ലാവർക്കും BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രസ്ഥാനമാണല്ലോ. ഇപ്പൊ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ തന്നെ, രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക് K. കരുണാകരന്റെയോ നമ്മുടെ ആന്റണിയുടെ മകനോ ഒക്കെ BJP-ക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ BJP വളരെയധികം മാറിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിക്കുന്നു, പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് പ്രസക്തി ഉണ്ടാകുന്നു. അതിന് സ്വാഭാവികമായിട്ട് ആളുകൾ വന്നു ചേരും. അത് കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലുള്ള ആളുകൾ BJP-ക്ക് വന്നു. പൊളിറ്റിക്കൽ ആളുകൾ മാത്രമല്ല, ഇപ്പൊ അണ്ണാമലയെ പോലെയുള്ള IPS-കാര്, നമ്മളെ കിരൺ ബേദിയെ പോലുള്ള രാഷ്ട്രീയക്കാര്, നമ്മളെ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള നമ്മളെ ശ്രീധരൻ സാറെ പോലെയുള്ള ആളുകൾ. അപ്പോ ഒരു ബഹുജന സംഘടന രീതിയിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളാനുള്ള പ്രസ്ഥാനമാണ് BJP. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളുമായിട്ട് സംവദിക്കും, എല്ലാ ആളുകളുമായി രാഷ്ട്രീയം സംസാരിക്കും. എതിരാളികളോട് പോലും രാഷ്ട്രീയം സംസാരിച്ച് അവരെ സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ്. അതൊരു E.P. ജയരാജനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ഗൂഢാലോചനയായിട്ട് ആരും കരുതണ്ട. അതൊരു പാർട്ടിയുടെ ഒരു നയമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ട് BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കേരളത്തിൽ നിലനിൽക്കുന്നു. ആ നിലനിൽപ്പിന്റെ ആധാരമായിക്കൊണ്ട് വേറൊന്നുമല്ല പ്രിന്റോ, ഇത് നമ്മുടെ ഈ ജയരാജനുമായുള്ള ചർച്ചയുടെ 90% പൂർത്തിയായി എന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് കേട്ടോ. ജയരാജൻ BJP-യിലേക്ക് വരുമെന്ന് പറഞ്ഞതും 90% പൂർത്തിയായെന്ന് പറഞ്ഞതും മറ്റെന്തൊക്കെയോ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞതും ശോഭാ സുരേന്ദ്രനാണ്, BJP നേതാവ് തന്നെയാണ്. അല്ല, അതിനെ ഞാൻ പറയാം, നമ്മളിപ്പോ ചർച്ചകൾ നടന്ന കാര്യങ്ങൾ എന്താണ്, അതിന്റെ 90% ബാക്കി എന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച പ്രകാശ് ജാവ്ദേക്കർ നടത്തിയെന്നുള്ളത് സത്യമാണ്. അത് ഇദ്ദേഹത്തെ BJP-യിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അദ്ദേഹം പൊളിറ്റിക്കൽ അജണ്ട ഭാഗമായിട്ട് മാത്രമല്ല, ഇത് സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും, നമ്മൾ E.P. ജയരാജനെ മാത്രമാണ്, കോൺഗ്രസിന്റെ മുഴുവൻ MP-മാരുമായിട്ട് പ്രകാശ് ജാവ്ദേക്കർ ചർച്ച നടത്തിയിട്ടുണ്ട്. CPI-കാർ, ഇപ്പൊ E.P. ജയരാജനെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്ന CPI-കാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട്, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ അദ്ദേഹം സത്യത്തിൽ നമുക്കറിയാം. ഈ ക്രൈസ്തവ സമ്പർക്കവുമായി ബന്ധപ്പെട്ട ഇവിടെ ഏറ്റവും കൂടുതൽ CPM-കാർക്ക് വിറങ്ങി പിടിച്ചാലും കോൺഗ്രസ്സുകാർക്ക് വിറങ്ങി പിടിച്ച ഈ ക്രൈസ്തവ സമ്പർക്കവുമായി ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അജണ്ട
അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അത് വലിയ വിജയമാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഒരു ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് BJP എന്ന പ്രസ്ഥാനത്തിന്റെ മികവാണ്. അതിനകത്ത് പ്രത്യേകമായി ഗൂഢാലോചന നടത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ലത്. ശരി, ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഈ പ്രിന്റു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് അയിത്തം മാറി BJPയോട് സഹകരിക്കുന്നതിൽ എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് എന്നുള്ളത്. നമുക്കറിയാം CPMന്റെ എക്കാലത്തെയും കണ്ണൂർ രാഷ്ട്രീയത്തിലൊക്കെ പ്രത്യേകിച്ചും വലിയ ശത്രുക്കളായിരുന്നു BJP എന്ന് പറയുന്നത്. BJPയോട് പോരാടിയാണ് കണ്ണൂരിലൊക്കെ പലപ്പോഴും CPM വളർന്നതും CPMുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങൾ സംഭവിച്ചതും കൊലപാതകങ്ങളുമൊക്കെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയൊക്കെ അതിൻ്റെ പീക്ക് സ്റ്റേജൊക്കെ നമ്മൾ ജേർണലിസ്റ്റൊക്കെ തുടങ്ങിയ സമയത്ത് ഓർമ്മയുണ്ട്. എത്രത്തോളം കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഒപ്പം ഇന്ത്യയിൽ ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ BJPക്കെതിരെ പോരാടാനാണ്. അവിടെ BJPക്കെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം CAA-യുമായൊക്കെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം വലിയ പ്രചരണം. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാളും കൂടുതൽ രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്തു, അത് മറ്റൊരു കാര്യം. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ CPM അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് BJP-യാണ്. ആ BJP നേതാവുമായാണ്, പ്രഭാരിയുമായാണ്, അതായത് ഓപ്പറേഷൻ കമല നിങ്ങൾ പറയുന്ന തരത്തിൽ നിരവധി പാർട്ടിക്കാരെ, മറ്റു പാർട്ടിയിലുള്ളവരെ BJPയിലേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെട്ട നേതാവുമായാണ് കൂടിക്കാഴ്ച. അതിനാണ് നിസ്സാരവൽക്കരിക്കുന്നത്, അതിനാണ് വിവാദമാക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞു വെക്കുന്നത്. അണികൾക്ക് എങ്ങനെ വിഴുങ്ങാൻ പറ്റുമെന്നേ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ? അല്ല, നമുക്ക് ഈ ടൈം മെഷീനിൽ കയറി പുറകോട്ട് പോയി ജീവിക്കാൻ പറ്റുന്ന നൂറ്റാണ്ടല്ലല്ലോ ഈ നൂറ്റാണ്ട്. ടൈം മെഷീൻ ആ സങ്കല്പമൊക്കെ ഉണ്ട്. നമുക്ക് പിൽക്കാലങ്ങളിലേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല പ്രായോഗികമായി. കഴിഞ്ഞ വർഷം നടന്നൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട്, അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് ഉയർത്തിക്കൊണ്ട് വന്നത്, തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ EP ജയരാജൻ മറുപടിയും പറഞ്ഞ കേസ്. അതെങ്ങനെ ഈ വീണ്ടും 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 CPM BJP നെക്സസ് എന്നുള്ള നിലയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് ആലോചിക്കുന്ന തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയുമോ? ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ അതിനെന്തെങ്കിലും ഒരു പ്ലോട്ട് ഇപ്പം പുതുതായിട്ട് കണ്ടിട്ടുണ്ടാവണ്ടേ? ആ പ്ലോട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ച് 5 നടന്നൊരു ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിനെ സംബന്ധിച്ച് ആണ് അത് ഇപ്പം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കക്ഷിയായിട്ടുള്ള ജാവ്ദേക്കർ ഇന്നലെ മുംബൈയിൽ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ മാത്രമല്ല മറ്റ് പല നേതാക്കളെയും കണ്ടിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുഴുവൻ MP-മാരെയും കണ്ടിട്ടുണ്ട്. അത് പേഴ്സണൽ ടോക്ക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പണിയാണ് അദ്ദേഹം ചെയ്തത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം വരുന്നത്. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ കണ്ണൂരെ കൊലപാതകത്തിൻ്റെയൊക്കെ കാര്യം. അതൊക്കെ മുൻകൈ എടുത്ത് അവസാനിപ്പിക്കാൻ സാധിച്ചത് എങ്ങനെയായിരുന്നു? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതായതാണോ? അല്ലല്ലോ. അതിൻ്റെതായിട്ടുള്ള ചരിത്രമുണ്ട്. ആ ചരിത്രം പറയണമെങ്കിൽ ഒരുപാട് സമയം വേണമെങ്കിലും വളരെ ചുരുക്കം ഞാനങ്ങ് പറയാം പെട്ടെന്ന്. ആ പ്രശ്നയുടെ ചർച്ചയ്ക്ക് വന്നുകൊണ്ട് ഞാൻ പറയുക, താങ്കളുടെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം. 2016 ജൂലൈ 30-നായിരുന്നു അത്തരത്തിലുള്ള ചർച്ച മാസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്നത്. ശ്രീഎമ്മിന്റെ കാര്യമല്ലേ താങ്കൾ? ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയാണ് ഈ പറയുന്നത് അല്ലേ? തരത്തിലൊരു അതെ. അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തതും ശ്രീഎം ഉണ്ടായിരുന്നു മധ്യസ്ഥതയിൽ. ബാക്കി 4 പേര് RSS BJPയിൽ നിന്നുള്ളവരായിരുന്നു. ആ ചർച്ചയെ തുടർന്നാണ് കേരളത്തിലെ അതുവരെ ഇല്ലാത്ത വിധം ഒരു പുതിയ സമാധാന അന്തരീക്ഷം ഉണ്ടാവുന്നതും അത് നിലനിർത്തി പോരുന്നതും. അത് വളരെ ശ്രമകരമായൊരു ഉത്തരവാദിത്വമാണെങ്കിലും അത് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ നിൽക്കുന്നത്. അത് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതിൻ്റെ സദ്ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ചും കണ്ണൂരുകാർ. അതുണ്ട്. അത് രാഷ്ട്രീയം അങ്ങനെയാണെന്ന്. എന്റെ ചോദ്യം അതല്ല സാർ. അങ്ങനെ ഒരു ശ്രമം നടന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിച്ചു. ഒരുപാട് കുടുംബങ്ങൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ട്. സമാധാനത്തോടെ കണ്ണൂർ നിവാസികൾക്ക് ജീവിക്കാൻ പറ്റുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ സംഭവിക്കേണ്ടതുമാണ്. പക്ഷെ അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ ബാന്ധവം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, അയിത്തമില്ലായ്മ ഒക്കെ BJPയുമായി CPMന് സംഭവിച്ചിട്ടുണ്ടോ അതിനുശേഷം എന്നുള്ളതാണ് ചോദ്യം. താങ്കളൊക്കെ എത്രയോ വർഷമായി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ പാർട്ടി ആത്മാവായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അല്ല, അതിൻ്റെ അകത്ത് CPMനും BJPക്കും തമ്മിൽ എന്തിടപാടാണുള്ളത്? അതൊക്കെ ആ ഇടപാടുള്ളത് എങ്ങനെയാണ്, എവിടെയാണെന്നൊക്കെ നമ്മുടെ ഈ ഇലക്ഷനിയറിംഗ് പ്രോസസ്സിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പലപ്പോഴും ജേർണലിസം ക്ലാസ്സുകളിലടക്കം പഠിപ്പിച്ചും പോരുന്ന കാര്യമുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ചർച്ചകളിലടക്കം പറയുന്ന കാര്യമാണ് 91-ലെ മറ്റേ വടകര ബേപ്പൂർ കോലിബി സഖ്യം.
അതൊന്നും ഇനി ഇവിടെ എടുത്ത് പറയേണ്ടതില്ല, ആവർത്തിക്കേണ്ടതുമില്ല. അത്തരം സഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് പിന്നെ KG മാരാർ സമ്മതിച്ചിട്ടുണ്ട്, കെ കരുണാകരൻ അടക്കമുള്ള ആൾക്കാർ എൻഡോസ് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ. പക്ഷേ അതിൽ നിന്ന് മാറുകയാണ് കാലം. ആ മാറുന്ന കാലത്തിൽ എന്തൊക്കെയാണ് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാലോചിച്ച് രാഷ്ട്രീയ കക്ഷികൾ വരുമ്പോഴാണ് പൊടുന്നനെ പിന്നെ പത്മജ വേണുഗോപാൽ, പൊടുന്നനെ അനിൽ കെ ആന്റണി തുടങ്ങിയ ആൾക്കാർ രംഗപ്രവേശനം ചെയ്യുന്നത് BJPയുടെ പ്രതിനിധികളായിട്ട്. അതുണ്ടാക്കുന്ന ഒരു ഞെട്ടൽ ആ പാർട്ടിയുടെ പിന്നെ ഈ ഫോളോവേഴ്സിൽ ആത്മാവായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരിലുണ്ടാക്കുന്ന ഒരു ഞെട്ടൽ അത്ര പെട്ടെന്നൊന്നും മാറില്ല. അതുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് പരിശോധിക്കേണ്ട സമയവും ഇതില്ല, അത് വേറൊരു പരിശോധിക്കേണ്ട വിഷയവുമാണത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ CPM-വുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യമുണ്ടോ, ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. EP ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളൊരു നെക്സസ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഉണ്ടെങ്കിൽ അത് കണിശമായും തുറന്നു കാണിക്കണം. അത് തുറന്നു കാണിക്കാൻ എന്നാലാവുന്നത്ര മുന്നിൽ തന്നെ നിൽക്കുന്ന ആളുമായിരിക്കും ഞാൻ. പക്ഷേ എൻ്റെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരു തെളിവുകളും ഇല്ലാത്ത വിധം പിന്നെ കഴിഞ്ഞു പോയൊരു കേസായിട്ട് തന്നെയാണ് ഞാനിതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അറിഞ്ഞിടത്തോളം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നതും. ശരി, ഈ ചർച്ചയ്ക്കപ്പുറം, ഈ കൂടിക്കാഴ്ചയ്ക്കപ്പുറം ഒരു 10 മിനിറ്റ് ചായ കുടിച്ച് പിരിയാൻ പോലുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്ത് എന്ത് നെക്സസ് എന്നാണ് ചോദ്യം. അതുപോലെ ജയരാജനെ പോലുള്ള നേതാവ് എങ്ങനെ BJPയുടെ ഭാഗമാകുമെന്ന ചോദ്യം. ഈ കണ്ണൂരിലെ സമാധാന ചർച്ചകളുടെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അതിലെന്ത് തെളിവാണുള്ളത്? അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ താനും കാണാറുണ്ട് ഇങ്ങനെ ജാവദേക്കറിനെ പോലെയുള്ള ആളുകളെ. അതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ചില സാക്ഷികളുടെ സാന്നിധ്യമായിരുന്നു, അതാണ് അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയത് എന്ന് മാത്രമാണ്. അതിനപ്പുറത്ത് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാഹചര്യങ്ങളിൽ, പുതിയ മാറ്റങ്ങൾ, പുതിയ തലമുറയിൽ, അല്ലെങ്കിൽ ഈ സമാധാനം വേണമെന്നും രാഷ്ട്രീയമെന്നതോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ട ഒന്നല്ലെന്നും ആശയങ്ങൾ മാത്രം ജനങ്ങൾ അവതരിപ്പിച്ച് വോട്ട് നേടുന്നൊരു സാഹചര്യമാണെന്നും ഒക്കെ പറഞ്ഞ് രാഷ്ട്രീയത്തിലെ കാതലായ മാറ്റം വരുന്ന സമയത്ത് ഇതിനപ്പുറത്ത് ചില സൗഹൃദ സന്ദർശനങ്ങൾ കൊണ്ടോ കൂടിക്കാഴ്ചകൾ കൊണ്ടോ ഒക്കെ എന്താണ് പ്രശ്നം ജിൻഡോ? അല്ല രഞ്ജിത്തെ, ഇതിൽ ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, മറന്നുപോകും. ഈ LDFൻ്റെ CPM സഹയാത്രികനായിട്ടുള്ള M ജയചന്ദ്രൻ പറഞ്ഞൊരു കാര്യം, ശ്രീ M-ൻ്റെ മധ്യസ്ഥതയിൽ മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ ചർച്ച, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം കണ്ണൂരിൽ സമാധാനമുണ്ടായി, ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടി, കൊലപാതകം നിർത്തി എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇത്രയും കാലം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയുടെയൊക്കെ ഭാഗങ്ങളിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM-ന്, പിണറായി വിജയന്, ആ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വവും അറിവും ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അതുകൊണ്ടല്ലേ ചർച്ച നടത്തിയപ്പോൾ കൊലപാതകങ്ങൾ നിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പൊക്കെ നടത്തിയിട്ടുള്ള ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ M-ൻ്റെ മധ്യസ്ഥയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം RSSകാരുമായിട്ടുള്ള തർക്കം നിന്നു, BJPയുമായിട്ടുള്ള നേരിട്ടുള്ള അക്രമം നിന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ M-ന് ആശ്രമം പണിയാനായിട്ട് സർക്കാർ ഭൂമി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കണ്ണൂർ ജില്ലയിൽ മുൻകാലങ്ങളിൽ നടന്ന മുഴുവൻ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും CPM കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് കൊണ്ടാണ് CPMക്കാർ ശ്രീ M-ൻ്റെ മധ്യസ്ഥയിൽ BJPയുമായിട്ട് ചർച്ച നടത്തുമ്പോൾ ഈ കൊലപാതകങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കാര്യം. താങ്കൾ ചോദിച്ചത്, പുതിയ കാലത്ത് ഇത്തരം പുതിയ ചർച്ചകളൊക്കെ സ്വാഭാവികമാണ്, ആശയങ്ങൾ കൊണ്ട് തന്നെയാണ് പോരാട്ടം നടത്തേണ്ടത്, നേതാക്കന്മാർ തമ്മിൽ കണ്ട് മുട്ടുന്നതിൽ ചായ കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന്. ഞങ്ങൾക്കൊരു തർക്കമില്ലെന്നേ. പക്ഷേ കേരളത്തിലെ മറ്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകൾ, ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാരെ, പാർട്ടി പ്രവർത്തകരെയൊക്കെ ദിനം പ്രതി ആക്ഷേപിക്കുന്ന CPM-ൻ്റെ നേതാക്കന്മാർക്ക് പ്രകാശ് ജാവദേക്കർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രഭാരിയുമായിട്ട് എന്ത് രഹസ്യ ചർച്ചയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയണ്ടേ? ഇത് EP ജയരാജൻ തന്നെ ആ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആർക്കും പരാതി ഉണ്ടാവില്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും CPM-കാരനോ ഏതെങ്കിലും LDF-കാരനോ ആക്ഷേപം ഉണ്ടാവോ? പ്രകാശ് ജാവദേക്കർ എന്നെ കണ്ടു, സൗഹൃദ സംഭാഷണമായിരുന്നു, ഒരു ചായ കുടിക്കാൻ പോലും നേരമുണ്ടായില്ല, പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ. പക്ഷെ മാസങ്ങൾക്ക് ശേഷം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവർ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന കാലഘട്ടത്തിൽ വലിയ ആക്ഷേപങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ വരെ നടത്തുന്ന കാലഘട്ടത്തിൽ EP ജയരാജൻ എന്തിന് മാസങ്ങളോളം ഇത് മറച്ചു വെച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവർ പറയണം. അത് പറയാതെ ഒന്നും പോകാൻ പറ്റില്ല. ഇന്നത്തെ EP നാളത്തെ BJP എന്നല്ല, ഇന്നത്തെ EP കുറെ കാലം മുമ്പേ BJP ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല, ആർക്കും അതിൽ സംശയമില്ല. അദ്ദേഹം നിഷ്കളങ്കനാണ്, അദ്ദേഹം സൗമ്യനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ
പിണറായി വിജയൻ കണ്ട ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷിയെ അവശേഷിപ്പിച്ചു എന്നുള്ളതാണ്. സാക്ഷിയെ അവശേഷിപ്പിക്കുന്നത് മാത്രമാണ് ഈ കണ്ടുമുട്ടലിലുള്ള ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കണ്ടുമുട്ടൽ സൗഹൃദ സംഭാഷണത്തിൽ ഒരു തെറ്റുമില്ല എന്നാണ് പിണറായി വിജയൻ പരസ്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, എക്സാലോജിക് സൊല്യൂഷൻസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ, കരുവന്നൂരുമായി ബന്ധപ്പെട്ട തട്ടിപ്പും കൊള്ളയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും അന്വേഷണങ്ങൾ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന സാഹചര്യം, ലാവ്ലിൻ കേസിൽ CBI വക്കീൽ 38 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് അവധി വാങ്ങുകയും ഒഴിവാങ്ങുകയും ചെയ്യുന്ന സാഹചര്യം, ഇതെല്ലാം സംസാരിക്കാനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് സംസാരിച്ചത് എന്നുള്ളതിന്റെ മറുപടി നമുക്ക് കിട്ടണം. ഞാൻ തുടക്കം ചോദിച്ച ചോദ്യത്തിന് പ്രകാശ് ജയചന്ദ്രൻ മാഷ് ഉത്തരം പറഞ്ഞില്ല. പിണറായി വിജയൻ എപ്പോൾ കണ്ടു, എവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു, ഏത് സാഹചര്യത്തിലാണ് കണ്ടത് എന്നുള്ളതിന്റെ മറുപടി പറയണം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെന്ന് പിണറായി വിജയന്റെ തന്നെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാം. EP ജയരാജൻ സമ്മതിച്ചിട്ടുണ്ട് മകന്റെ ഫ്ളാറ്റിൽ വന്നാണ് കണ്ടിട്ടുള്ളതെന്ന്. പിണറായി വിജയൻ പ്രകാശ് ജാവ്ദേക്കർ കണ്ടത് ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ എന്നുകൂടി പറയേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആഗോള താപനം മുതൽ ആണവ കരാർ വരെയുള്ള വിഷയത്തിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെ വിമർശിക്കുന്ന ഇവർക്ക് പറ്റുന്ന ഇത്തരം പോക്കിർത്തരങ്ങൾക്ക് ജാഗ്രത കുറവെന്നുള്ള ഓമന പേരിട്ട് വിളിച്ചാൽ പോരാ. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ, കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ, കേരളത്തിലെ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന സൈബർ സഖാക്കന്മാരെ അടക്കം വഞ്ചിക്കുന്ന നിലപാടാണ് പിണറായി വിജയനും EP ജയരാജനും അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. അതിന് മറുപടി പറയാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ കൊല്ലത്തെ MP പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ചായ കുടിച്ചാൽ അദ്ദേഹം ചാണകസംഖ്യ എന്ന് ആക്ഷേപിക്കുന്ന CPMന്റെ നേതാക്കന്മാർ ഈ EP ജയരാജനെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് കേൾക്കാൻ കൂടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൂടി പറയണ്ടേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ഒരു MPയെ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ ഒരു ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ ആ ചായ കുടിക്കുന്നതിന്റെ ആ സംഭാഷണത്തെ സംഘപരിവാർ വൽക്കരണമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കി പ്രഖ്യാപിച്ച് പ്രഘോഷണം നടത്തിയ CPMകാർ EP ജയരാജന്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവ്ദേക്കർ കണ്ടത് എന്തിന്റെ പേരിൽ, എങ്ങനെ എന്നുള്ളതിന് മറുപടി കൃത്യമായിട്ട് പറയണം. വെറുതെ അഴകുഴമ്പം മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ പ്രിൻഡു, ഇവിടെ ഈ പുതിയ കാലത്തിന്റെ മാറ്റം, പുതിയ രീതികൾ എല്ലാ പാർട്ടികൾക്കും സംഭവിക്കുന്നു. അവിടെ സൗഹൃദങ്ങളാകാം, കൂടിക്കാഴ്ചകളാകാം, രാഷ്ട്രീയ വൈര്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള അതിനപ്പുറത്തുള്ള അർത്ഥതലങ്ങളൊന്നും ഈ കൂടിക്കാഴ്ചകളില്ല എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വെച്ചിരുന്നത്. അല്ലാതെ ഇപ്പോൾ EP ജയരാജനെ BJPയിലേക്ക് ക്ഷണിക്കാനോ ഒന്നുമല്ല ഈ കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അത് എങ്ങനെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ BJP നോട്ടമിടുന്നുണ്ട്. പാർട്ടിയിൽ അസംതൃപ്തരായ, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി EP ജയരാജൻ അസംതൃപ്തനാണ്. നിരവധിയായ കാരണങ്ങളുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അസംതൃപ്തരായ ആളുകളെ മാത്രമാണ് കാണുന്നത്, അല്ലാതെ പാർട്ടിയിലുള്ള മറ്റാളുകളെ കാണാൻ ഉള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതും, അസംതൃപ്തരെ നമ്മൾ കാണുന്നത് സ്വാഭാവികമായും പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ കൊണ്ടുവരികയൊക്കെ ചെയ്യാനാകുമല്ലോ. അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി വരുന്നുണ്ട് അതിന്. അല്ല, രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളാണല്ലോ രാഷ്ട്രീയം. അപ്പൊ അസംതൃപ്തരായിട്ടുള്ള ചില നേതാക്കൾ ഉണ്ടാകാം. ആ നേതാക്കളുമായി ബന്ധപ്പെട്ട് BJP ചർച്ച നടത്തിയിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ട് BJPയോട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് ഒരു EP ജയരാജൻ മാത്രം ഒരു അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ K സുധാകരൻ ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, 19ഓളം MP ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച എല്ലാം BJPയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അതൊരു ബഹുജന സമ്പർക്കവും മോഡി സർക്കാരിന്റെ വികസനവും നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളത് ഒരു പ്രസ്ഥാനത്തിന്റെയും കൂടി ഒരു കാര്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ ചർച്ച സത്യത്തിൽ ഇലക്ഷന് മുമ്പേ ഉണ്ടായിരുന്ന ചർച്ച, അതിനകത്തൊരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് BJP CPM സഖ്യമാണ് എന്ന രീതിയിലേക്ക് അതിനെ ചർച്ച വഴി മാറ്റേണ്ടതില്ല. ഈ ചർച്ച തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ EP ജയരാജനെതിരെ നടപടിയെടുക്കണമെന്ന CPIയുടെ മുതിർന്ന നേതാക്കളുമായിട്ട് പ്രകാശ് ജാവ്ദേക്കർ ചർച്ച നടത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ചർച്ചയായിട്ട് അതിനെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് അവിശുദ്ധ സഖ്യമെന്നോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ചിന്ത പറയുന്നതിന്റെയൊക്കെ അർത്ഥമില്ല. പിന്നെ നേരത്തെ ചിന്ത പറയുന്നത് പോലെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് EP ജയരാജനും അല്ലെങ്കിൽ BJP നേതാക്കൾ ആളുകൾ ചർച്ച ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എന്താ പ്രശ്നം? ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനമന്ത്രി തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് December 25 അദ്ദേഹത്തിന്റെ വസതി വീടുന്നൊരുക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിൽ പ്രത്യേകമായിട്ട് BJP ഒരു പ്രത്യേകമായിട്ട് കോർണർ ചെയ്തുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും വർഗീയ ഫാസിസ്റ്റുകളാണ്, അടുപ്പിക്കാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് EP ജയരാജനും രമേശ് ചെന്നിത്തലയും K സുധാകരൻ അടക്കം ഇനി K മുരളീധരൻ അടക്കമുള്ള ആളുകൾ BJPയുമായി ചർച്ച ചെയ്യാനും BJP നേതാക്കളെ കാണുവാനും ഞങ്ങളുടെ ആശയങ്ങളുമായി സംവദിക്കാനും തയ്യാറായി എന്നുള്ളത് തന്നെയാണ് BJP എന്ന പ്രസ്ഥാനത്തിന്റെ വിജയം.
അത് ആ പ്രസ്ഥാനം ഉന്നയിക്കുന്ന വലിയൊരു ആശയത്തിന്റെ മികവാണ്. അപ്പൊ ഞങ്ങൾക്ക് ആരെയും ഇതേ ഈ കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും ഏതെങ്കിലും ജാതിയുടെയും പറഞ്ഞ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഏതൊക്കെ രീതിയിലുള്ള കുപ്രചരണമാണ് ഇവർ കാലാകാലങ്ങളായി ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും ജിൻഡോയുടെ വാക്കിനകത്ത് ന്യൂനപക്ഷങ്ങളോട് ചെയ്തിട്ടുള്ള വലിയൊരു EP ചെയ്ത തെറ്റെന്നാണ്. എന്താണ് ന്യൂനപക്ഷങ്ങളോട് ചെയ്തിട്ട്? ഞങ്ങളാരും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ പിടിച്ചു കടിച്ചു മുറിച്ച് തിന്നുന്ന ആളുകളൊന്നുമല്ല. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പ്രക്ഷുബ്ധാവസ്ഥ, നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മൈനോറിറ്റിക്കിടയിൽ ഒരു പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിക്കും. BJP-കാരാണ്, RSS-കാരാണ്, ഹിന്ദുത്വ തീവ്രവാദികളാണ്. ആ പ്രക്ഷുബ്ധാവസ്ഥയ്ക്ക് കൂടി ഉള്ള തിരിച്ചടിയായിട്ടാണ് നമ്മൾ ഈ പാർലമെന്റ് ഇലക്ഷനെ കൊണ്ട് നമ്മൾ പോളിംഗിനൊക്കെ കാണേണ്ടത്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CA-യുടെ പേരായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇവർ വലിയൊരു അജണ്ട വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് വരികയും അവരൊക്കെ ഒരു സംഘടിതമായി BJP-ക്കെതിരെ ഒരു പോളിംഗിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ പോലും തകർന്നു. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം, അത് ന്യൂനപക്ഷങ്ങളോടുള്ള ഇടപെടലായിക്കോട്ടെ, EP ജയരാജനോട് ഇടപെടലായിക്കോട്ടെ, K സുധാകരനോട് ഇടപെടലായിക്കോട്ടെ, ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളോട് ഇടപെടലായിക്കോട്ടെ, അത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളായിക്കോട്ടെ, ആദർശപരമായ കാര്യങ്ങളായിക്കോട്ടെ, വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഓരോരോ ആളുകളെയും കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് BJP-ക്ക് അനുകൂലമായ പരിതസ്ഥിതി ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള സമുന്നത നേതാക്കന്മാർ പോലും BJP-യുടെ ആളുകളുമായി ചർച്ച ചെയ്യാനുള്ള തയ്യാറായി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇലക്ഷൻ റിസൾട്ട് ഒന്ന് വന്നോട്ടെ, അനവധി BJP, LDF-ന്റെയും UDF-ന്റെയും സമുന്നതരായിട്ടുള്ള BJP വിരുദ്ധത നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ ആളുകളടക്കം BJP-യിൽ ചേരുന്ന സാഹചര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശ്രീ M. ജയചന്ദ്രൻ ഇവിടെ LDF കൺവീനറാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ CPM-ന്റെ മാത്രം ഒരു ആഭ്യന്തര പ്രശ്നമായി ഇതിനെ കാണാൻ സാധിക്കില്ല. കാരണം മുന്നണിയെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒപ്പം മറ്റൊരു പ്രധാന കാര്യം, അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ നന്ദകുമാറിൻ്റെ അമ്മയെ ഷോൾ അണിയിച്ച സംഭവം. അവിടെ ഒരു അമ്പലത്തിൽ ചെല്ലുന്നു, അവിടെ ഒരു പ്രായമുള്ള ഒരു മാതാവിനെ കാണുന്നു, ഷോൾ അണിയിക്കുന്നു. അപ്പോൾ നന്ദകുമാർ അതിലൂടെയൊക്കെ നടന്നു പോകുന്നു കാണുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. മറ്റൊന്ന്, നന്ദകുമാർ തന്നെ ട്രാപ്പിലാക്കി ഒരു ഗുണ്ടാ ക്യാമ്പിൽ എത്തിച്ചിരുന്നു. അവിടെ എത്തി അവിടുന്ന് ഇത് മനസ്സിലാക്കി ഭാഗ്യം കൊണ്ടാണ് കാറിൽ കയറി രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലുള്ള ഒരു നേതാവ്, ഉത്തരവാദിത്തമുള്ള ഒരു നേതാവ്, അനുഭവപരിചയമുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊപ്പം ആളുകളുടെ കൂട്ടുകൂടുന്നു എന്ന് പറയുന്നത് പ്രധാന പ്രശ്നമാണല്ലോ. CPI-യെ പോലെയുള്ള പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്നത്, ഒരുപക്ഷെ ഇനി പരസ്യമായി തന്നെ ആവശ്യപ്പെടാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റിയെ സംബന്ധിച്ചാകാം. ആദ്യമായി അല്ല ഈ ജയരാജൻ പാർട്ടിയെ ഇത്തരത്തിലുള്ള പല കുടുക്കുകളിൽ കൊണ്ട് പെടുത്തുന്നത്. അല്ല, അത് EP ജയരാജൻ്റെ കേപ്പബിലിറ്റി, എഫിക്കസി ഇതിനെ സംബന്ധിച്ചൊന്നും CPM-ന് സംശയമില്ലാത്ത കാലത്തോളം മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക്, LDF-ലുള്ളവരടക്കം അതിനകത്ത് അവർക്ക് മറ്റു തരത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരുടെ കൂട്ടത്തിലിരിക്കും എന്നുള്ളതല്ലാതെ CPM-നെ അടിച്ചേൽപ്പിക്കാൻ CPI ഉൾപ്പെടെ ഒരു ഘടകകക്ഷിയും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി ഇതുതന്നെയാണ് രഞ്ജിത്തെ പറഞ്ഞത്. അത്തരത്തിൽ നമ്മൾ ഓരോ ഇഷ്യൂവിലും കാണിക്കേണ്ട ജാഗ്രത കൃത്യസമയത്ത് കാണിക്കണം. അതുപോലെ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം. ആരോടൊക്കെയാണ് കൂട്ടുണ്ടാവേണ്ടതെന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റണം. ഇതൊക്കെയാണ് മുഖ്യമന്ത്രി വ്യക്തമായിട്ടും പരസ്യമായി പ്രകടിപ്പിച്ചത്. അത് തന്നെയാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ശാസനതനായിരുന്നു അതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ജിൻഡോ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് മറ്റൊരു കാര്യമായിരുന്നു പെട്ടെന്ന് മുമ്പേ സംസാരിച്ചപ്പോഴേ. അതായത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുമായി ബന്ധപ്പെട്ട്, രാജീവ് ഗാന്ധിയെ ബന്ധപ്പെട്ട് ഒരു ഇൻസിഡൻറ്റ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, വെറ്ററൻ ജേർണലിസ്റ്റ് പ്രഭു ചാവലയാണ് പറഞ്ഞത്. അദ്ദേഹം അറിയാമല്ലോ, ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ ഇൻ ചീഫാണ്. അദ്ദേഹം ആണ് എഴുതിയത്. വാജ്പേയി തന്നെ നേരിട്ട് പ്രഭു ചാവലയോട് പറഞ്ഞ ഒരു അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. അതായത് രാജീവ് ഗാന്ധി എന്നൊരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ രോഗം വന്ന് കിടന്ന കിടപ്പിൽ ജീവിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു 89-ൽ എന്നാണ് വാജ്പേയി പ്രഭു ചാവലയോട് പറഞ്ഞത്. കാരണം അന്നൊരു വിദേശയാത്ര വന്നു. അപ്പോൾ വാജ്പേയി പാർലമെൻറ്റ് മെമ്പറാണ്, വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല, അസുഖം കാരണം പോകാൻ കഴിഞ്ഞില്ല. മുട്ടിന് പ്രശ്നമുണ്ട് വാജ്പേയിക്ക്, ആ സമയത്ത് കഠിനമായിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധി പറയുകയാണ്, സാരമില്ല, താങ്കളെ ഡെലിഗേഷൻ ഞാൻ ഉൾപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഡെലിഗേഷൻ ഉൾപ്പെടുത്തുകയും US-ലേക്കാണ്. അവിടെ ചെന്ന് മയോ ക്ലിനിക്കിൽ വാജ്പേയിക്ക് ചികിത്സ ഏർപ്പാടാക്കി കൊടുക്കുകയും ഗവൺമെൻറ്റിൻ്റെ തന്നെ ചെലവിൽ ആ ചികിത്സ നടത്തി കൊടുക്കുകയും ചെയ്തു വാജ്പേയിക്ക്, രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ. അതാണ് പ്രഭു ചാവല അനുസ്മരിക്കുന്നത് വാജ്പേയി പറഞ്ഞതായിട്ട്. രാജീവ് ഗാന്ധി എന്ന മനുഷ്യൻ ഇത്തരത്തിലൊരു ജീവകാരുണ്യ പ്രവർത്തനം എനിക്ക് വേണ്ടി ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവച്ഛവമായിട്ട് കിടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്?
പിന്നെ അദ്ദേഹത്തിൻ്റെ BJP വിരുദ്ധത മരിക്കുന്നത് വരെയും വാജ്പേയി സൂക്ഷിച്ച ആളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ നിലപാട് BJP എന്താണുള്ളതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ രാഷ്ട്രീയ വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? അത് മനുഷ്യത്വപരമായ ഇടപെടൽ, അല്ലെങ്കിൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ടവർ ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്നിച്ച് നിൽക്കുക, സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സഹായിക്കുക എന്നുള്ളൊരു മനോഭാവമാണത്. അതും ഇതുമായിട്ട് താരതമ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. അപ്പം ജിൻഡോ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. പ്രഭു ചാവല എഴുതിയതാണ് ഞാൻ ഓർത്തത്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹം പിന്നെ EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനുണ്ടായ ജാഗ്രത കുറവ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ജാഗ്രത കുറവെന്ന് മാത്രമല്ല പറഞ്ഞത്, അകറ്റി നിർത്തേണ്ടവരെ നിർത്തണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെടുക പോലും ചെയ്തത്. അത് പരസ്യമായ ശാസന എന്നുള്ള നിലയിലേക്ക് ആണ് പറഞ്ഞത് എന്ന് ശ്രീ ME ഗോവിന്ദൻ മാഷൊക്കെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അത് ആ നിലയ്ക്ക് തന്നെ കാണും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടുതൽ വിഷയങ്ങളായിട്ടൊന്നും പോകാൻ സാധ്യതയൊന്നുമില്ല രഞ്ജിത്തെ. അത് CPM-ന്റെ സംഘടനാ രീതി അനുസരിച്ച് അടുത്ത കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോഴേക്ക് എല്ലാ സംസ്ഥാന സെക്രട്ടറിമാരും ആ കഴിഞ്ഞ 3 മാസ കാലയളവിനുള്ളിൽ സ്വന്തം സംസ്ഥാനങ്ങൾ നടന്നിട്ടില്ല ഇലക്ഷനിയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് അവതരിപ്പിക്കും. കൂട്ടത്തിൽ പറയേണ്ട കാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇത് സംസ്ഥാന സെക്രട്ടറി അന്ന് അവതരിപ്പിക്കും. അതല്ലെങ്കിൽ ആരെങ്കിലും ചർച്ച ചെയ്യും. അതോടുകൂടി പിന്നെ തീരുമാനമെടുക്കുന്ന കേസായിട്ട് തന്നെ ഇത് പോകാൻ ഇടയുള്ളൂ. രഞ്ജിത്തെ, ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നത്, എനിക്കൊന്ന് ശരി താങ്കൾക്ക് മറ്റു ചാനലിലേക്ക് പോകാം. ജിൻഡോ, ഇവിടെ നമ്മളിപ്പോൾ ഈ CPM BJP ബാന്ധവം എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് UDF ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു ആരോപണമാണ്. ഇപ്പോൾ അതിന് ഉപോത്ബലകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ നമ്മൾ അന്തരീക്ഷത്തിൽ പരക്കുന്ന ഒരു കഥ മാത്രമല്ല, ചില ലിങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് അങ്ങനെയാണല്ലോ പുറത്തു വരുന്നത്. ഇതുണ്ടാക്കുന്നൊരു അപകടം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ അല്ലേ? കാരണം അങ്ങനെ ഒരു ബാന്ധവം പല മേഖലകളിൽ തലങ്ങളിൽ ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സ്വാഭാവികമായും കോൺഗ്രസിനെ തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന BJP-യും കോൺഗ്രസ് മുക്ത കേരളം സ്വപ്നം കാണുന്ന CPM-ഉം ആ തരത്തിൽ ഒരു ലിങ്കിലേക്ക് വന്നാൽ അതിൻ്റെ അപകടം എന്തായിരിക്കും ജിൻഡോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അല്ല രഞ്ജിത്തെ, അതിലെന്താ സംശയമുള്ള? കാലങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നതല്ലേ, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന BJP-യും കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന CPM-ഉം കാലങ്ങളായിട്ട് കോൺഗ്രസിനോട് വലിയ വിരോധം വെച്ച് പുലർത്തുകയും അവരെല്ലാം ഒക്കെ ചങ്ങാതിമാരായിട്ട് കോൺഗ്രസിനെതിരെ വലിയ ശ്രമങ്ങൾ നടത്തുകയും ഞങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുകയൊക്കെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്ക് അവരോട് രണ്ടു കൂട്ടരോട് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുകയല്ലേ. അപ്പോൾ അത് ഞങ്ങൾ കാലങ്ങളായിട്ട് പറയുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് പറഞ്ഞതിന് കുറെ കൂടി എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടു എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒരു കാര്യം എനിക്ക് BJP-യുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, പ്രധാനമന്ത്രി ക്രിസ്തുമസിന് വിരുന്നൊരുക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ദിവസം, ന്യൂനപക്ഷ സമുദായ നേതാക്കന്മാർക്ക് മതമേലധ്യക്ഷന്മാർക്ക് ഒരു ദിവസം അവർക്ക് വിരുന്ന് കൊടുക്കുകയും ബാക്കി 364 ദിവസവും ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ക്രൂശുമരണവും പീഡാനുഭവവും സമ്മാനിക്കുന്നതിനെ കുറിച്ചിട്ടല്ല ഈ ഡിബേറ്റ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഭാഷയുടെയും വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിളിക്കുന്ന ദൈവത്തിൻ്റെയും പേരിലൊക്കെ മനുഷ്യർ ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുമ്പോൾ ഒന്നും കണ്ണീര് കാണാത്ത പ്രധാനമന്ത്രിയുടെ ആ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ചല്ല ഡിബേറ്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെ BJPക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറുന്നതാണ് പിണറായി വിജയൻ്റെ 8 വർഷക്കാലം നമ്മൾ കണ്ടത്. ഏറ്റവും അടുത്ത് ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വക്താവിനെതിരെ BJP അധികാരത്തിൽ വന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ പള്ളികളും മതസ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുമെന്ന് പ്രസംഗിക്കുമ്പോൾ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ്. നബീൽ നാസർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ നോക്കുന്നു, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് സമാനമായ കേസെടുക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. CAA-യുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പ്രതിപക്ഷ സംഘടനകൾക്കെതിരെ, കോൺഗ്രസിന്റെയും UDF-ന്റെ സംഘടനകൾക്കെതിരെ കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ് അതിനുശേഷം ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ സമരം ചെയ്യുമ്പോഴും കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്, ഇതെല്ലാം RSS-ൽ, കേരളത്തിലെ പോലീസിൽ RSS-ന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ ആനി രാജയുടെ പ്രസ്താവനയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ EP ജയരാജൻ എന്ന് പറഞ്ഞ LDF-ന്റെ കൺവീനറും കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയനും പ്രകാശ് ജാവദേക്കർ കണ്ടതുമായി കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS വൽക്കരിക്കപ്പെട്ട പാർട്ടിയാണ് കേരളത്തിലെ CPM എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന ഘടകങ്ങൾ പാർട്ടിയുമായിട്ട് ശക്തി ക്ഷയിച്ചാൽ കേരളത്തിൽ മാത്രമാണ് CPM അവശേഷിക്കുന്നതെങ്കിൽ CPM BJP-യുടെ NDA-യുടെ ഘടകകക്ഷിയായി മാറുന്ന കാലം വിദൂരമല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായ ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. ഇവിടെ CPI എന്ന് പറയുന്ന രണ്ടാമത്തെ LDF-ലെ വലിയ കക്ഷിയെ 4 സീറ്റിൽ മത്സരിക്കുന്ന ഘടകകക്ഷിയെ ബലി കൊടുത്തുകൊണ്ട് BJP-ക്ക് പരവതാനി വിരിക്കാനുള്ള ശ്രമങ്ങളാണ് CPM നേതാക്കന്മാർ നയിക്കുന്നത്. ഇവിടെ M. ജയേന്ദ്രൻ പറഞ്ഞ കാര്യമുണ്ട്,
ഗുണ്ടകൾ അതായത് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘ കേന്ദ്രത്തിൽ കൊണ്ടുപോയി EP ജയരാജനെ പൂട്ടിയിടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. കേരളത്തിലെ ഗുണ്ടകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ, കേന്ദ്ര കമ്മിറ്റി മെമ്പർ, LDFന്റെ കൺവീനർ EP ജയരാജനെ നന്ദകുമാർ എന്ന് പറയുന്ന അലവലാദികൾ ഗുണ്ടാ സംഘത്തിൽ കൊണ്ടുപോയി പേടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ നമ്മൾ അത്രയും മോശകരമായിട്ടുള്ള നമ്മൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തതാണ് അദ്ദേഹം പരാതി കൊടുക്കാതിരുന്നത്. അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. അദ്ദേഹം പറയുന്നതൊന്നും നമുക്ക് അങ്ങോട്ട് ആർക്കും സാധാരണ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അല്ല, ഒരു കോമൺ സെൻസിന്, നമ്മുടെയൊക്കെ ഒരു കോമൺ സെൻസിന് ഒരു സാമാന്യ ഇത്രയും പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുമ്പോൾ കോമൺ സെൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് ലോജിക്കിനൊക്കെ യോജിക്കുന്ന കാര്യങ്ങൾ പറയണ്ടേ? നമ്മൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും CPM-മാർ മണ്ടന്മാരാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്. പക്ഷേ കേരളത്തിലെ മറ്റാളുകൾ, മറ്റു പൊതുജനം മുഴുവൻ അതുപോലെ CPM-ന്റെ അന്തം കമ്മികളാണെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ വരുമ്പോൾ അതിനെതിരെങ്കിലും സംസാരിക്കാനുള്ള മിനിമം ആർജവം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഈ ഫാസിസ്റ്റുകൾക്കെതിരെ നമ്മൾ മുട്ടുമടക്കുന്നതിന് തുല്യമല്ലേ? നമ്മളെ ഇവർ പറ്റിച്ചോട്ടെ, കേരളത്തിലെ പൊതുസമൂഹത്തെ ഇവർ വഞ്ചിച്ചോട്ടെ, പക്ഷേ ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള കള്ളങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞിട്ട് നിഷ്കളങ്കതയാണെന്നുള്ള ഒരു പരിചയം കൂടി കൊടുത്താൽ EP ജയരാജൻ ചെയ്ത പരിപാടിയൊന്നും വിശുദ്ധമാക്കപ്പെടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തത്, പിണറായി വിജയൻ പരസ്യ ശാസനയ്ക്ക് തുല്യമായിട്ടുള്ള ശാസന നടത്തിയെന്നാണ് M ജയചന്ദ്രൻ പറയുന്നത്. പിണറായി വിജയൻ ആരാ? പാർട്ടിയാണോ? പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനിലേക്ക് ഏകീകരിക്കപ്പെട്ടോ? ഒറ്റ വാക്കായിട്ട് രൂപീകരിക്കപ്പെട്ടോ? പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടി ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനമെടുത്ത് നടപ്പാക്കേണ്ടത്, ശിക്ഷ വിധിക്കേണ്ടത്? പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയും കോടതിയും പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനും എന്നുള്ള രീതിയിലല്ലേ M ജയചന്ദ്രൻ പോലും ഇവിടെ പറഞ്ഞു വെച്ചിട്ട് പോയത്? അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ CPM. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തകർച്ച നമുക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്നത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കാർന്നു നിൽക്കുന്ന ഒരു വൈറസാണ്. ആ വൈറസിനെ ഇല്ലാതാക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ജിൻഡോ പറയുന്നത് നാഴികയ്ക്ക് 40 വട്ടം ഈ RSS എല്ലാ ചർച്ചയിലും പറയേണ്ട കാര്യമില്ല. RSSന്റെ സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS ആയിരിക്കും, പോലീസ് രംഗത്ത് RSS ഉണ്ടായിരിക്കും, സിവിൽ സർവീസ് RSS ഉണ്ടായിരിക്കും, മാധ്യമ പ്രവർത്തകർ RSS ഉണ്ടായിരിക്കും. അതൊരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. അതിനെന്താ തെറ്റ്? ഞങ്ങൾ എക്സ്പെർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത്ഭുതരോ ില്ല. നിങ്ങളെപ്പോലെ മുസ്ലിം തീവ്രവാദികളോട് സന്ധി ചെയ്ത് ഈ രാജ്യത്തിന്റെ സകല പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പണയം വെച്ചുകൊണ്ട് രാജ്യവിരുദ്ധത പറയുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ചിലപ്പോൾ RSS കേൾക്കുമ്പോൾ പേടിയുണ്ടാവും. ഞങ്ങളെ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള സംഘടനകളാണ്. അതിനെക്കുറിച്ച് ചരിത്രം പരിശോധിച്ചിട്ട് പറയണം കേട്ടോ. നിങ്ങൾ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾ, അത് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്, സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കുക. നമുക്ക് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നു. ശ്രീ ജിൻഡോ ജോൺ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ പ്രിന്റു ഈ ചർച്ചയുടെ ഭാഗമായതിന് EPയെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നായിരുന്നു ചോദ്യം ചോദിച്ചത്. അതേ, മാറ്റുമെന്ന് 70% ആളുകളും അഭിപ്രായപ്പെട്ടു, ഇല്ല എന്ന് 26% ആളുകളും, നിഷ്പക്ഷമായി 4% ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.